കാസർഗോഡ് ബാങ്ക് കവർച്ച കേസിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃക്കരിപ്പൂർ വെള്ളാപ്പ് സ്വദേശി ഉസ്മാനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതിനിടെ കവർച്ച കേസിലെ പ്രധാന പ്രതിയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. കവർച്ച നടന്ന ബാങ്ക് രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. ചെറുവത്തൂർ വിജയ ബാങ്ക് ശാഖയിലെ 4 കോടിയുടെ കവർച്ച പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ രേഖാചിത്രമാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. ബാങ്കിന് താഴത്തെ നിലയിൽ വാടകയ്ക്ക് മുറിയെടുത്ത കാസർഗോഡ് സ്വദേശിയുടെ രേഖാചിത്രമാണ് പുറത്തുവിട്ടത്. നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളുടെയും ബാങ്കിന് സമീപത്തെ കടയുടമകളുടെ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് രേഖാചിത്രം തയ്യാറാക്കിയത്. ബാങ്ക് കവർച്ചയിൽ ഇയാൾക്ക് പങ്കുള്ളതായി പോലീസിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു. മഞ്ചേശ്വരം സ്വദേശി ഇസ്മയിൽ എന്ന വ്യാജ മേൽവിലാസത്തിൽ ബാങ്ക് കവർച്ച ആസൂത്രണത്തിനായാണ് വാടകയ്ക്ക് ഇയാൾ മുറിയെടുത്തിരുന്നതെന്ന് പോലീസ് കണ്ടെത്തി. ബാങ്കുകൾ കേന്ദ്രീകരിച്ചുള്ള കവർച്ചകളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ചെറുവത്തൂരുണ്ടായ കവർച്ച വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നു. കേരളത്തിൽ രാത്രിയിൽ കൂടുതൽ പെട്രോളിംഗ് ശക്തമാക്കാനും ഈ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിരീക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ബാങ്കിലെ സ്ട്രോങ് റൂമിന് തൊട്ടുതാഴെയായി കവർച്ചാ സംഘത്തിന് മുറി വാടകയ്ക്ക് എടുത്തു നൽകാൻ സഹായിച്ച ആളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ബാങ്കിലെ ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.